നമ്മളെ കാക്ക ഈ പാട്ടും പാടി വൈബടിച്ച് എങ്ങോട്ടാന്നല്ലേ മൂപ്പരാക്കാക്കേ ഒരു കൂട്ടം ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നമ്മൾ പിന്നെ എങ്ങോട്ട് ആണെങ്കിലും വൈബിനൊരു കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ. പോണ വൈക്കാൻ നമ്മളെ കാക്കാൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ പ്രായത്തിനൊത്ത കൂട്ടുകാരൊന്നുമല്ല ഉള്ളു, അതുകൊണ്ട് കുറച്ച് ചെറിയ കുട്ടികളാണ്. ഓലൊക്കെ ഞങ്ങളെ വീഡിയോയിലൊരു തല കാണാനും വേണ്ടി കാത്തിക്കണമല്ലോ കേട്ടോ. എന്താ ചെയ്യലേ? അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തൊക്കെ എത്തിട്ടോ. ഏകദേശം പാതിരാവാനായതുകൊണ്ട് ഒരു വിധം കടകളൊക്കെ അടിച്ചു. പിന്നെ നമ്മൾ ഇടവണ്ണപ്പാറ മനസ്സിലായിട്ട് കട കയറിട്ടോ. അവിടെ പോയി ആദ്യം നമ്മൾ കുറച്ച് ന്യൂജൻ ഡ്രസ്സുകളാട്ടോ നോക്കിയത്. നമുക്ക് പിന്നെ ഡ്രസ്സ് എടുത്തിട്ട് ഏകദേശം കുറച്ച് കാലമായിട്ടോ. കഴിഞ്ഞ ചെറിയനാൾക്ക് ഒരു 4 വട്ടം വാങ്ങിയതാ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് പിന്നെ ഡ്രസ്സ് പുതിയത് വാങ്ങിയോണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ പെരുന്നാൾക്ക് ഇടുന്ന തന്നെ കല്യാണത്തിന് ഇടുന്ന തന്നെ മരിച്ചോടത്തേക്കിടുന്നത് പണിക്കൂടും. അങ്ങനെ എല്ലാത്തിനും കൂടി അങ്ങനെ ന്യൂജനും നമുക്ക് എടുക്കൂല. നമുക്ക് കുറച്ച് വയസ്സും പ്രായം എന്നൊക്കെ ആയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ചിട്ട് മാറ്റി പിടിച്ചിട്ട് ഡ്രസ്സിംഗ് റൂം കയറി മിററാട് കണ്ടാൽ പിന്നെ നമ്മളെ അഭിപ്രായങ്ങളൊക്കെ എത്ര ഹാങ്കർ ഉണ്ടായാലും കിട്ടിയ സാധനമൊക്കെ എൻ്റെ തലക്കട കയറ്റിയേക്കും കേട്ടോ. പിന്നെ പൊതുവേ ഉള്ള സ്വഭാവമാണ് എല്ലാം എൻ്റെ തലയിൽ. ഓരോ ഡ്രസ്സ് എടുത്തും സൈസ് നോക്കുക. നമ്മളെ കാക്ക പിന്നെ ഗ്ലാമർ കുറച്ച് കൂടുതലായതുകൊണ്ട് ഏതിട്ടാലും നല്ല രസമാണ്. തിരിഞ്ഞും പറഞ്ഞും ചൊർക്കോക്കി കീശ കൈയിട്ടിട്ട് അതിന്റെ സ്റ്റിക്കറൊക്കെ ഇട്ട് പറിച്ചെടുത്തിന് കേട്ടോ. ഇതൊക്കെ എന്ത് ഫ്രീ ആട്ടോ. അങ്ങനെ വാങ്ങിയ സാധനമൊക്കെ ബില്ലാക്കിയിട്ട് സാധനങ്ങളൊക്കെ കവറിലിട്ട് നമ്മളും എല്ലാവരും ഇറങ്ങിട്ടോ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പിന്നെ ഞങ്ങൾക്ക് തന്നെ കേട്ടോ. പിന്നെ ഒരു ലക്ഷ്യം വെച്ചായി ഞങ്ങൾ അടുത്ത പോക്ക്. പോയി ഞങ്ങൾ അങ്ങാടി എത്തിയപ്പോൾ ഞങ്ങളാകെ അന്തം വിട്ടിട്ടോ. സമ്മേളനത്തിന് വന്നായി ഒരു 8-10 ബസ് അതാ നിർത്തി. നമ്മളെ നാട്ടിൽ നമ്മളറിയാത്തൊരു സമ്മേളനം. അപ്പോൾ എടുത്തുക്കട പോയൊക്കെ എപ്പോഴാണ് അറിഞ്ഞത് ഇത് വയോജനങ്ങൾക്കൊരു ഉല്ലാസയാത്രയാണ്, ഒരു ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചാണ്. പേരൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചതാട്ടോ. ഒരു 10-12 ബസ്സോളുണ്ട്. ഒരു ഫുഡ് കഴിക്കാനും വേണ്ടി സൈഡാക്കിയതാണ്. ഇപ്പോഴുള്ള കാലം ഇങ്ങനെയൊക്കെ ഒരു സുഖം ഉണ്ട് കേട്ടോ. പെരിയുള്ളവർ കൊണ്ടുപോയില്ലെങ്കിലും ഗ്രാമപഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ഒക്കെ ഏറ്റെടുത്തായിട്ട് വയസ്സായാലും നമുക്ക് ഉല്ലാസയാത്ര പോവാം. അല്ല അപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മളൊന്നും തിന്നിയില്ലല്ലോ. അപ്പോൾ ഇനി ഭക്ഷണം കിട്ടുന്ന സ്പോട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല നെയ്ച്ചോറും ചിക്കനും വെള്ളം നിറച്ചും അവിടെ തിന്നിട്ടോ. ബാക്കിലെടുത്തന്നെ വീഡിയോ എടുത്തന്നെ ഫേമസ് ആക്കല്ലേ. എനിക്കെല്ലാം തന്നെ ഫാൻസ് കൂടുതലാണ്, പുറത്തിറങ്ങാൻ വയ്യ. പിന്നെ ഞങ്ങൾ പെരയുള്ള മക്കളെയും ബാക്കിയുള്ളവരൊക്കെ സോപ്പ് ഇടാനേ കുറച്ച് മുട്ടായി ഇടാൻ. നമ്മൾ നെയ്ച്ചോറും ചിക്കനൊക്കെ തന്നല്ലേ ആയിട്ട് കുറച്ച് മുട്ടായെങ്കിലും വാങ്ങി കൊടുക്കുക. മുട്ടായി എണ്ണി പിടിച്ച് വാങ്ങിയൊന്നും ശരിയായില്ല. ലാസ്റ്റ് ഞങ്ങൾ ആ ബക്കറ്റ് കൊടുക്കാതെ എടുത്ത് മക്കളാണ് സന്തോഷിക്കട്ടെ എന്ന്. അപ്പോൾ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ